നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മംഗളൂരുവിൽ വൻ കഞ്ചാവ് വേട്ട. കേരളത്തിലേക്ക് കടത്തുകയായിരുന്ന 123 കിലോ കഞ്ചാവുമായി 3 കാസർഗോഡ് സ്വദേശികൾ അറസ്റ്റിൽ. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാഞ്ഞങ്ങാട് നഗരത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുൻ വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നവീകരണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലായിട്ടും മേൽക്കൂരകളില്ലാത്തത് യാത്രക്കാരെ വലക്കുന്നു. കുമ്പള, മഞ്ചേശ്വരം, ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനുകളിലും യാത്രക്കാർ നേരിടുന്നത് വലിയ ദുരിതം. മഞ്ചേശ്വരം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ അതിശക്തമായ കാലവർഷക്കെടുതിയിലും തുടർന്നുള്ള കടലാക്രമണത്തിലും വൻ നാശനഷ്ടം. വിഷയത്തിൽ CPIM മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ മന്ത്രി സജി ചെറിയാന് നിവേദനം സമർപ്പിച്ചു. ഉടൻ പരിഹാരം കാണുമെന്ന് മന്ത്രി. സേവന പ്രവർത്തനങ്ങളിൽ മാതൃക തീർത്ത് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ NSS യൂണിറ്റുകൾ. NSS യൂണിറ്റ് 5 കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ സമർപ്പണം നടത്തി. ബദിയടുക്ക ശ്രീ ഭാരതി വിദ്യാപീഠം സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ശില്പശാല സംഘടിപ്പിച്ചു. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ദൂഷ്യവശങ്ങളും എന്ന വിഷയത്തിലായിരുന്നു ശില്പശാല. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച നടപടിക്കെതിരെ കാലിച്ചാനടുക്കം സെന്റ് ജോസഫ് ഇടവകയുടെ ആഭിമുഖ്യത്തിൽ വായമൂടി കെട്ടിക്കൊണ്ട് പന്ത് കൊളുത്തി പ്രകടനം നടത്തി. പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മംഗളൂരുവിൽ വൻ കഞ്ചാവ് വേട്ട. കേരളത്തിലേക്ക് കടത്തുകയായിരുന്ന 123 കിലോ കഞ്ചാവുമായി 3 കാസർഗോഡ് സ്വദേശികൾ അറസ്റ്റിൽ. മംഗളൂരുവിന് സമീപം മൂടുബിദ്രയിലെ കന്താവരയിൽ സിറ്റി ക്രൈംബ്രാഞ്ച് നടത്തിയ വാഹന പരിശോധനയിലാണ് 42 ലക്ഷം രൂപ വിലമതിക്കുന്ന കഞ്ചാവ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ദേലമ്പാടി അടൂർ ഉർഡൂരിലെ MK മസൂദ്, ദേലമ്പാടി ചന്തമുലയിലെ മുഹമ്മദ് ആഷിഖ്, ദേലമ്പാടിയിലെ സുബൈർ എന്നിവരാണ് അറസ്റ്റിലായത്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച കാറുകളും 5 മൊബൈൽ ഫോണുകളും സംഘത്തിൽ നിന്ന് പിടികൂടി. അന്തർ സംസ്ഥാന കഞ്ചാവ് കടത്ത് സംഘത്തിലെ ಪ್ರಧಾನಿಗಳಾണ് പിടിയിലായവരെന്ന് പോലീസ് പറഞ്ഞു. ಕೇರಳದಿಂದ ಮಂಗಳೂರು ನಗರಕ್ಕೆ ಗಾಂಜಾ ಸಪ್ಲೈ ಮಾಡ್ತಿದ್ದಂಥ ಒಂದು ಜಾಲವನ್ನು ಪತ್ತೆ ಮಾಡಿ ಅರೆಸ್ಟ್ ಮಾಡೋದರಲ್ಲಿ ನಮ್ಮ CCB ಪೊಲೀಸರು ಯಶಸ್ವಿಯಾಗಿದ್ದಾರೆ. ಇವತ್ತು ಬೆಳಗ್ಗೆ ಕಾಸರಗೋಡು ಮೂಲದ 3 ಜನ ಆಂಧ್ರದಿಂದ 2 ಕಾರಲ್ಲಿ ಸುಮಾರು 123 kg ಗಾಂಜಾ ತೊಗೊಂಡು ಬರ್ತಾ ಇದ್ದಾಗ ಇವರನ್ನೆಲ್ಲರನ್ನು ಕೂಡ ರೆಡ್ ಹ್ಯಾಂಡೆಡ್ ಆಗಿ ಮೂಡುಬಿದಿರೆ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ ಲಿಮಿಟ್ಸಲ್ಲಿ ಹಿಡಿಯಲಾಗಿದೆ. ಮೂಡುಬಿದಿರೆ ಪೊಲೀಸ್ ಸ್ಟೇಷನಲ್ಲಿ ಕೇಸ್ ರಿಜಿಸ್ಟರ್ ಮಾಡಿ ಇವರೆಲ್ಲರನ್ನು ಕೂಡ ದಸ್ತಗಿರಿ ಮಾಡಲಾಗಿದೆ. ಇವರೆಲ್ಲರೂ ಕೂಡ ಈ ಗಾಂಜಾವನ್ನು ಆಂಧ್ರದಿಂದ 2 kg ಪ್ಯಾಕೆಟ್ ಆಗಿ ಪ್ಯಾಕ್ ಮಾಡಿಕೊಂಡು ತಂದು ಕಾಸರಗೋಡದಿಂದ ಸೆಂಟ್ರಾಗಿಟ್ಕೊಂಡು ಎಲ್ಲ ಕಡೆ ಸಪ್ಲೈ ಮಾಡ್ತಿದ್ದರು. ಅದರಲ್ಲಿ ಮಂಗಳೂರಿಗೆ ಮೆಜಾರಿಟಿ ಪಾರ್ಟಿ ಇಲ್ಲಿಗೆ ಬಂದು ಆಮೇಲೆ 50-100 ಗ್ರಾಮ್ ಪ್ಯಾಕೆಟ್ ಆಗಿ ಪ್ಯಾಕ್ ಮಾಡಿ ಸಪ್ಲೈ ಮಾಡ್ತಾಯಿದ್ರು. ಸುಮಾರು 1 ತಿಂಗಳಿಂದ ನಮ್ಮ CCB ಟೀಮ್ನವರು ನಿರಂತರವಾಗಿ ಅವರೆಲ್ಲರ ಮೇಲೆ ಕೂಡ ನಿಗಾ ವಹಿಸಿ ಇವತ್ತು ಅವರನ್ನೆಲ್ಲರನ್ನು ಕೂಡ ರೆಡ್ ಹ್ಯಾಂಡೆಡ್ ಆಗಿ ಹಿಡಿಯೋದರಲ್ಲಿ ಯಶಸ್ವಿಯಾಗಿದ್ದಾರೆ. അന്വേഷണത്തിന്റെ ഭാഗമായി മംഗളൂരു ക്രൈംബ്രാഞ്ച് സംഘം പ്രതികളുടെ ദേലമ്പാടിയിലെ വീടുകളിൽ പരിശോധന നടത്തി. കർണാടകയിൽ സമീപകാലത്ത് നടക്കുന്ന ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടകൾ ഒന്നുകൂടിയാണ് ഇത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാഞ്ഞങ്ങാട് നഗരത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുൻ വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക, കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക, നവകേരളത്തിനായി അണിചേരുക, ജനപക്ഷ നയങ്ങൾക്ക് കരുത്തു പകരുക, ദേശീയ വിദ്യാഭ്യാസ നയം 2020 തള്ളിക്കളയുക, PFRDA നിയമം പിൻവലിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSTA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും ധർണയും നടത്തിയത്. അധ്യാപക പ്രകടനം കാഞ്ഞങ്ങാട് സ്മൃതി മണ്ഡപ പരിസരത്ത് നിന്ന് ആരംഭിച്ചു. ആയിരക്കണക്കിന് അധ്യാപകർ അണിനിരന്നു. നോർത്ത് കോട്ടശ്ശേരിയിൽ നടന്ന ധർണ മുൻ വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. എയ്ഡഡ് മേഖലയിൽ മാനേജ്മെന്റിന് അതിന്റെ അധികാരമാണ്, അവർ നിശ്ചയിക്കുന്നതായി. എല്ലാം പക്ഷേ സർക്കാർ ശമ്പളം കൊടുക്കുന്നവരാണ്.
എന്നാൽ സർക്കാർ വിദ്യാഭ്യാസ മേഖല എടുത്താൽ, തൊഴിൽ മേഖല എടുത്താൽ 2021 ശേഷം കേരളം ഏതാണ്ട് ഒരു 10-40,000 ആളുകൾക്ക്, അധ്യാപകർക്ക് നിയമനം കൊടുത്തിട്ടുണ്ട്. 40,000-ത്തിലധികം. പബ്ലിക് സർവീസ് കമ്മീഷൻ കേരളത്തിൽ നിയമനം നടത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും 29 സംസ്ഥാനങ്ങളിൽ കാശ്മീർ ഒഴിവാക്കി BJP ഗവൺമെൻറ്. 28 സംസ്ഥാനം, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഇതിലെല്ലാം എടുത്തു നോക്കിയാൽ, ഈ ഭരണകേന്ദ്രങ്ങളിലെല്ലാം എടുത്തു നോക്കിയാൽ സെൻട്രൽ കമ്മീഷൻ, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇവരെല്ലാം നിയമനം നടത്തിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ 60% കേരളത്തിലാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA അരുൺകുമാർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K ഹരിദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗം NK ലസിത തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് ശ്യാമ ഭട്ട് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി T പ്രകാശൻ സ്വാഗതവും ട്രഷറർ KV രാജേഷ് നന്ദിയും പറഞ്ഞു. ജില്ലാ ഭാരവാഹികളായ BK ബാലാമണി, P ശ്രീകല, വിഷ്ണു പാല, K ലളിത, P മോഹനൻ, PM ശ്രീധരൻ, M സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നവീകരണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലായിട്ടും മേൽക്കൂരകളില്ലാത്തത് യാത്രക്കാരെ വലക്കുന്നു. കുമ്പള, മഞ്ചേശ്വരം, ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനുകളിലും യാത്രക്കാർ നേരിടുന്നത് വലിയ ദുരിതം. സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി ഉയർത്തി നിർമ്മിച്ച പ്ലാറ്റ്ഫോമുകളുടെ മുകൾ ഭാഗം സിമന്റ് ഇട്ടിരിക്കുകയാണ്. മഴയിൽ പ്ലാറ്റ്ഫോമിന്റെ മിനുസമാർന്ന പ്രതലത്തിൽ പൂപ്പലും വെള്ളക്കെട്ടും രൂപപ്പെട്ടതിനാൽ യാത്രക്കാർ വഴുതി വീണ് പരിക്കേൽക്കുന്നത് പതിവ് കാഴ്ചയും. ചിലർ ചികിത്സയിലാണ്. പരാതികൾ ഉയർന്നതോടെ കുമ്പള സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ പേരിന് ജെല്ലിപ്പൊടിയും കുമ്മായവും വിതറി. 100 കണക്കിന് യാത്രക്കാരാണ് ജില്ലയിലെ കുമ്പള, മഞ്ചേശ്വരം, ചെറുവത്തൂർ സ്റ്റേഷനുകളെ ആശ്രയിക്കുന്നത്. തീവണ്ടി എത്തുമ്പോൾ കമ്പാർട്ട്മെന്റുകൾ ലക്ഷ്യമാക്കി യാത്രക്കാർ നീങ്ങുന്നതിനിടയിലും വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നതിനിടയിലും പ്ലാറ്റ്ഫോം അപകടക്കെണിയാകുന്ന അവസ്ഥയാണ്. മഞ്ചേശ്വരത്ത് പ്രധാനമായും സ്റ്റേഷൻ ഓഫീസിനോട് ചേർന്ന് മാത്രമാണ് മേൽക്കൂരയുള്ളത്. പുതിയ ഷീറ്റിട്ട സ്ഥലങ്ങളിൽ മേൽക്കൂര ചോർന്നൊലിക്കുന്നുമുണ്ട്. പലയിടത്തും മേൽക്കൂര നിർമ്മിക്കാൻ സ്ഥാപിച്ച ഇരുമ്പു തൂണുകൾ കാത്തുനിൽക്കേണ്ടി വരുന്നവർക്ക് ഇരട്ടി ദുരിതമാവുകയാണ്. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. പ്രയാസം പരിഹരിക്കാൻ ഉടൻ തന്നെ നടപടി വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. പല നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചെങ്കിലും മേൽക്കൂരയില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ നടന്നു നീങ്ങുവാൻ വേണ്ടിയിട്ട് യാത്രാർത്ഥികൾ വളരെയധികം പ്രയാസം അനുഭവിക്കുന്നുണ്ട്. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടവർ സ്വകാര്യ കമ്പനികൾക്ക് ഈ വർക്കുകളൊക്കെ നൽകി അവരുടേതായ ദൈർഘ്യം അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ യാത്രാർത്ഥികൾ പ്രയാസം അനുഭവിക്കുകയാണ്. ഏറ്റവും തൊട്ടടുത്ത ദിവസം സർക്കാർ ഉദ്യോഗസ്ഥയായ ഒരു സഹോദരി ഈ മേൽക്കൂരയില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ പ്രയാസം അനുഭവിച്ച് താഴേക്ക് ചടഞ്ഞു വീണു ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചത് നമ്മളൊക്കെ അറിഞ്ഞ സംഭവമാണ്. ഇത് ആവർത്തിക്കാതിരിക്കുവാനും യാത്രാർത്ഥികളെ സുരക്ഷയ്ക്കും വളരെ പെട്ടെന്നുള്ള ഇടപെടൽ ബന്ധപ്പെട്ട സർക്കാരുകളുടെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ബന്ധപ്പെട്ട അധികാരികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എങ്കിൽ ജനകീയ പ്രക്ഷോഭം ഈ മഞ്ചേശ്വരത്ത് തീർച്ചയായിട്ടും ഉണ്ടാകും. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മഞ്ചേശ്വരം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ അതിശക്തമായ കാലവർഷക്കെടുതിയിലും തുടർന്നുള്ള കടലാക്രമണത്തിലും വൻ നാശനഷ്ടം. വിഷയത്തിൽ CPIM മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ മന്ത്രി സജി ചെറിയാന് നിവേദനം സമർപ്പിച്ചു. ഉടൻ പരിഹാരം കാണുമെന്ന് മന്ത്രി. മഞ്ചേശ്വരം താലൂക്കിലെ ഉപ്പള പ്രദേശത്ത് അതിശക്തമായ കാലവർഷക്കെടുതിയിലും തുടർന്നുള്ള കടലാക്രമണത്തിലും വൻ നാശനഷ്ടം. തീരദേശവാസികളൊന്നാകെ ആശങ്കയിലാണ്. ഉപ്പള വില്ലേജ് പരിധിയിലെ ശാരദാ നഗർ, മണിമുണ്ട കടപ്പുറം, ഹനുമാൻ നഗർ, ബംഗ്ല, ശാരദാ മന്ദിരത്തിന് സമീപമുള്ള പ്രദേശം, ഐല, ഹനുമാൻ നഗർ, കുതുപ്പുളു എന്നീ തീരദേശങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള കടൽക്ഷോഭവും കടൽ കയറിയതും കാരണം പ്രദേശത്ത് വലിയ അപകട സാധ്യതയാണ് നിലനിൽക്കുന്നുള്ളത്. ശാരദാ നഗറിൽ ഭാഗികമായി നിർമ്മിച്ച പുലിമുട്ടുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. മണിമുണ്ട കടപ്പുറം, ശാരദാ നഗർ, പൊതുമരാമത്ത്, നബാർഡ് റോഡുകൾ ഒലിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ തീരദേശത്തെ പ്രദേശങ്ങളിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളായ ശകുന്തള ശാലിയാൻ, സുന്ദര, രവി, ശശികല, നിവേദിത, ജയറാം, കേശവ തുടങ്ങിയവരുടെ വീടുകളിലേക്ക് കടൽ കയറിയ നിലയിലാണ്.
വിഷയങ്ങൾ ഉന്നയിച്ച് CPM മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ ഫിഷറീസ് തുറമുഖ വകുപ്പ് മന്ത്രി സജി ചെറിയാന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KR ജയാനന്ദ നിവേദനം കൈമാറി. തുടർന്ന് മന്ത്രി സംഭവസ്ഥലം സന്ദർശിക്കാൻ ചീഫ് എഞ്ചിനീയർ അൻസാരിയോട് നിർദ്ദേശിക്കുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഇടപെടുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സേവന പ്രവർത്തനങ്ങളിൽ മാതൃക തീർത്ത് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ NSS യൂണിറ്റുകൾ. NSS യൂണിറ്റ് 5 കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ സമർപ്പണം നടത്തി. കോളേജിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിക്കാണ് കാഞ്ഞങ്ങാട് കുശാൽ നഗറിൽ വീട് നിർമ്മിച്ചു നൽകിയത്. സേവന പ്രവർത്തനങ്ങളിൽ മാതൃക തീർത്ത് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ NSS യൂണിറ്റുകൾ. NSS യൂണിറ്റ് 5 കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽദാനം നടത്തി. കോളേജിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിക്കാണ് കാഞ്ഞങ്ങാട് കുശാൽ നഗറിൽ വീട് നിർമ്മിച്ചു നൽകിയത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ T ദിനേശിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന NSS ഓഫീസർ ഡോക്ടർ RN അൻസാർ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. നിങ്ങളുടെ NSS യൂണിറ്റ് ഈ പറയുന്ന വിവിധ പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്ത് വളരെ മാതൃകാപരമായി മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ കലാലയത്തിന്റെ മുഴുവൻ കൂട്ടായ്മയ്ക്കും സംസ്ഥാനത്തിന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മള് ഇപ്പോ ഇന്ന് ഈ മാറ്റുന്ന വീട് ഒരുപക്ഷെ NSSന്റെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഒന്നാണ്. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹായത്തോടുകൂടി തന്നെയാണ് നമ്മളത് പൂർത്തീകരിക്കുന്നത്. NSSന്റെ വിദ്യാർത്ഥികൾ ഇത്തരം വീട് കൈമാറുന്നതിന് മുമ്പ് ഒരു സെന്റൻസ് പറഞ്ഞ് അത് തന്നെയാണ് ഇത്തരം വേദികളിൽ നമ്മൾ NSS പങ്കുവെക്കുന്നത്. കേവലം ഒരു വലിയ ജീവകാരുണ്യം പറഞ്ഞ് കിട്ടുന്ന വ്യക്തിയെ സംബന്ധിച്ചും നമ്മൾ പൊതുസമൂഹത്തെ സംബന്ധിച്ചും ഏറ്റവും വലിയ ഒരു അർത്ഥവത്തായ മാതൃകാ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. അറിയപ്പെട്ട വ്യക്തികൾ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ കൊടുക്കണമെന്ന് NSS പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇതിൽ കൂടെ പറഞ്ഞത് അതല്ലാത്തൊരു ലക്ഷ്യം NSS മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ ലക്ഷ്യം കൈവരിച്ച ഒരു യൂണിറ്റ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്ന കാര്യം. ഓരോ വിദ്യാർത്ഥികളും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മളുടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം പൂർണ്ണമാവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം നമ്മളുടെ സാഹചര്യങ്ങൾ ചുറ്റുപാടുമുള്ള വ്യക്തികളെ അവരുടെ സാമൂഹ്യ പശ്ചാത്തലങ്ങളെ ബുദ്ധിമുട്ടുകളെ പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ് NSSന്റെ പൗര പദ്ധതി. ചടങ്ങിൽ കണ്ണൂർ സർവകലാശാല DSS ഡോക്ടർ KV സുജിത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. പരിപാടിയിൽ പാലിയേറ്റീവ് കെയർ ലോഗോ DSS KV സുജിത് പ്രകാശനം ചെയ്തു. കോളേജ് മാനേജർ K രാമനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ KV മുരളി, IQAC കോർഡിനേറ്റർ ഡോക്ടർ V വിജയകുമാർ, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ C ജ്ഞാനേശ്വരി, ജൂനിയർ സൂപ്രണ്ട് വിനോദ് കുമാർ, കോളേജ് യൂണിയൻ ചെയർമാൻ ആദിത്യൻ TV എന്നിവർ സംസാരിച്ചു. പരിപാടിക്ക് NSS പ്രോഗ്രാം ഓഫീസറും കാസർഗോഡ് ജില്ലാ കോർഡിനേറ്ററുമായ ഡോക്ടർ KV വിനീഷ് കുമാർ സ്വാഗതവും NSS പ്രോഗ്രാം ഓഫീസർ സുമലത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബദിയടുക്ക ശ്രീ ഭാരതി വിദ്യാപീഠം സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ശില്പശാല സംഘടിപ്പിച്ചു. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ദൂഷ്യവശങ്ങളും എന്ന വിഷയത്തിലായിരുന്നു ശില്പശാല. ശ്രീക്ഷേത്ര ധർമ്മസ്ഥല ഗ്രാമവികസന പദ്ധതിയുടെ ജനജാഗ്രതാവേദി കാസർഗോഡ് താലൂക്ക് ബദിയടുക്ക സോൺ സ്വാസ്ഥ്യ സങ്കല്പ ഇൻഫർമേഷൻ പരിപാടിയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ദൂഷ്യവശങ്ങളുമെന്ന വിഷയത്തിൽ ബദിയടുക്ക ശ്രീഭാരതി വിദ്യാപീഠം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിവര ശില്പശാല നടന്നു. ജനജാഗൃതി വേദി കാസർഗോഡ് താലൂക്ക് പ്രസിഡന്റ് അഖിലേഷ് നഖുമുഖം നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ലഹരി മരുന്നിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് വിരമിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ നാരായണ ഗോസാഡ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. വിദ്യാഗിരി യൂണിയൻ പ്രസിഡന്റ് താരനാഥ് റൈ, സേവാ പ്രതിനിധി സുനിത എന്നിവർ പങ്കെടുത്തു. സേവാ പ്രതിനിധി കവിത സ്വാഗതവും സൂപ്പർവൈസർ സുഗുണ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച നടപടിക്കെതിരെ കാലിച്ചാനടുക്കം സെന്റ് ജോസഫ് ഇടവകയുടെ ആഭിമുഖ്യത്തിൽ വായ മൂടിക്കെട്ടിക്കൊണ്ട് പന്ത് കൊളുത്തി പ്രകടനം നടത്തി. പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച നടപടിക്കെതിരെ കാലിച്ചാനടുക്കം സെന്റ് ജോസഫ് ഇടവകയുടെ ആഭിമുഖ്യത്തിൽ വായ മൂടിക്കെട്ടിക്കൊണ്ട് പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ സംഗമവും നടത്തി. ഇടവക വികാരി ഫാദർ സുനീഷ് പുതുകുളങ്ങര, ഫാദർ അമൽ, കോർഡിനേറ്റർ ബേബി മാടപ്പള്ളി, ട്രസ്റ്റിമാരായ സജിത് കുര്യൻ, ജോയി പന്തമാക്കൽ, സിബി ചേന്നപ്പള്ളി, സിബി മലയാറ്റിൽ എന്നിവർ നേതൃത്വം നൽകി. രാഷ്ട്രീയം വല്ലാതെ വികലമാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന സാഹചര്യമുണ്ടാകുന്നു. ഒരു കുറ്റവും ആരോപിക്കാൻ ഇല്ലാത്തിടത്തോളം സമൂഹ മനസാക്ഷിക്ക് മുൻപിൽ
നിൽക്കുമ്പോഴും അവർ വല്ലാതെ കുറ്റവാളികളെന്നും രാജ്യദ്രോഹികളെന്നും ഭീകരവാദികളെ കണക്കാക്കുന്നത് പോലെ കണക്കാക്കപ്പെടുന്ന ഒരു സാഹചര്യവുമൊക്കെ ഇന്ന് നമുക്ക് മുൻപിൽ ഇങ്ങനെ വല്ലാതെ വേദന നിറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇടവകയിൽ ശുശ്രൂഷയെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ കൂടെ പഠിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് വളർന്ന 2 പേരാണ് ഇന്ന് തുറങ്കലിൽ അടയ്ക്കപ്പെട്ടിരിക്കുക എന്ന് നമുക്കെല്ലാവർക്കും മാധ്യമങ്ങളിലൂടെ അറിവുള്ളതാണ്. അതിലൊരാൾ നമ്മുടെ ദേശവാസി തന്നെയാണ് എന്നുള്ളത് നമുക്കേറെ വേദനാജനകമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിഷേധം നമ്മൾ മൗനമായാണ് നടത്തുന്നത് എങ്കിലും ലോകത്തിന് മുഴുവനും നമ്മുടെ മൗനം ഒരു ചോദ്യവും ഒരു വെല്ലുവിളിയും. കന്യാസ്ത്രീകളടക്കം നൂറുകണക്കിന് വിശ്വാസികൾ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാലിച്ചാനടക്കം. ജീവകാരുണ്യ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന് സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM A സലാം അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ പൂക്കോയാത്തങ്ങൾ ഹോസ്പീസ് പാലിയേറ്റീവ് ഹോം കെയർ യൂണിറ്റിൽ മിനിയോൺസ് ഒക്യുപേഷണൽ തെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കാരുണ്യ സേവന പ്രവർത്തനങ്ങളിൽ KMCC ആയാലും മറ്റു പോഷക സംഘടനകളായാലും വലുപ്പച്ചെറുപ്പമില്ലാതെ ജനസേവനമാണ് മുഖമുദ്രയെന്നും സലാം പറഞ്ഞു. രാജ്യത്തിനകത്തും വിവിധ ഭൂഖണ്ഡങ്ങളിലും KMCC എന്ന സംഘടന കാരുണ്യത്തിന്റെ മുഖമായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നാണ് എല്ലാവർക്കും അറിയാവുന്നത്. പക്ഷെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മുസ്ലിം ലീഗ് എങ്ങനെ വ്യത്യസ്തമാക്കും എന്നതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് നമ്മുടെ CH സെന്ററിനും വിജയിച്ചത്. തൃക്കരിപ്പൂർ CH സെന്ററിൽ നടന്ന ചടങ്ങിൽ MAC കുഞ്ഞബ്ദുള്ള ഹാജി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള മെഡിക്കൽ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പൂക്കോയാത്തങ്ങൾ ഹോസ്പീസ് കോഓർഡിനേറ്റർ TS നജീബ്, മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ, ട്രഷറർ PM മുനീർ ഹാജി, PKC റൌഫ് ഹാജി, ഡോക്ടർ MA അമീർ അലി, VK ബാവ, S കുഞ്ഞഹമ്മദ്, VV അബ്ദുള്ള ഹാജി, TP അഹമ്മദ് ഹാജി, NKP മുഹമ്മദ് കുഞ്ഞി, TP അഹമ്മദ് ഹാജി, NKP മുഹമ്മദ് കുഞ്ഞി, OT അഹമ്മദ് ഹാജി, PP റഷീദ് ഹാജി, CT വാജിദ് എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. UGC നീറ്റ് 2025 മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ദേശീയ തലത്തിൽ മികച്ച വിജയം നേടിയ കൊളവയൽ വിവേകാനന്ദ വിദ്യാലയം പൂർവ്വ വിദ്യാർത്ഥി അഭിനന്ദ് ലക്ഷ്മണൻ കൊളവയലിന്റെ അഭിമാനമായി മാറി. കൊളവയൽ വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അഭിനന്ദിനെ അനുമോദിച്ചു. UGC നീറ്റ് 2025 മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ദേശീയ തലത്തിൽ മികച്ച വിജയം നേടിയ കൊളവയൽ വിവേകാനന്ദ വിദ്യാലയം പൂർവ്വ വിദ്യാർത്ഥി കൊളവയലിലെ അഭിനന്ദ് ലക്ഷ്മണൻ കൊളവയലിന്റെ അഭിമാനമായി മാറി. കൊളവയൽ വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അഭിനന്ദിനെ അനുമോദിച്ചു. ദേശീയ തലത്തിൽ 1584 സ്ഥാനത്തും സംസ്ഥാനത്ത് 85 സ്ഥാനത്തും ജേതാവായ അഭിനന്ദിന് നാടിന്റെ അനുമോദനം ലഭിച്ചു. SLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിക്കൊണ്ടാണ് അഭിനന്ദോ മെഡിക്കൽ കോച്ചിംഗ് ചേർന്നത്. 2 തവണ എഴുതി പരാജയപ്പെട്ടെങ്കിലും ആത്മവിശ്വാസം കൈവിടാതെ 3ാം തവണ മികച്ച വിജയം കൈവരിക്കാനായി. കൂടാതെ ഡാൻസർ കൂടിയാണ് അനന്തു. ഫ്ലവേഴ്സ് TV ഷോയിൽ നൃത്തം ചെയ്ത് ജനശ്രദ്ധ നേടിയിരുന്നു. സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് രവി കൊളവയലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിലായിരുന്നു അനുമോദിച്ചത്. അഭിനന്ദിനെ K ചന്ദ്രൻ, CV രാജൻ എന്നിവർ പൊന്നാടിയണിയിച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. രാമകൃഷ്ണൻ കൊത്തിക്കാൽ അഭിനന്ദിനെ പരിചയപ്പെടുത്തി സംസാരിച്ചു. അപ്പം നമ്മുടെ കൊളവയലിൻ്റെ അഭിമാനമായിട്ട് അഭിനന്ദ് ലക്ഷ്മണൻ എന്ന കുട്ടി 2025 നീറ്റ് പരീക്ഷയിൽ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ദേശീയ തലത്തിൽ 1584 റാങ്ക് നേടി നമ്മുടെ കൊളവയൽ പ്രദേശത്തിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൊളവയൽ വിവേകാനന്ദ വിദ്യാലയത്തിൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ച് അതുപോലെ തന്നെ SLC +2 പരീക്ഷകളിൽ മുഴുവൻ SLCക്കും അതുപോലെ തന്നെ +2 പരീക്ഷകളിലും മുഴുവൻ ഫുൾ A+ നേടി ആ കുട്ടി വളരെയധികം ഈ നാടിൻ്റെ അഭിമാനമായിട്ട് ഓരോ വർഷവും മാറി. ഇപ്പോൾ ആ കുഞ്ഞി നമ്മളെ എൻട്രൻസ് പരീക്ഷയിൽ മികച്ച വിജയം നേടി പാസ്സായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൊളവയൽ വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഉപഹാരം നമ്മൾ കുട്ടിയെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അഭിനന്ദനത്തിൽ നമ്മുടെ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ആധ്യാത്മിക സമിതിയുടെ പ്രവർത്തകരെല്ലാവരും ഇതിൻ്റെ ഒപ്പം വന്നു ചേർന്നിട്ടുണ്ട്. ഈ വർഷത്തെ നീറ്റ് 2025 UG പരീക്ഷയിൽ ഓൾ ഇന്ത്യ തലത്തിൽ 1584 റാങ്കും
കേരള 85 റാങ്കും നേടാൻ സാധിച്ചു. വളരെയധികം സന്തോഷം. അത് ഞാൻ പാല ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിലാണ് എൻ്റെ റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത്രയും നല്ലൊരു വിജയം നേടാൻ സാധിച്ചതന്നെ. അതേപോലെ തന്നെ എന്നെ ഇത്ര വരെ എത്തിച്ച അമ്മയും അതേപോലെ തന്നെ അമ്മയുടെ വീട്ടുകാരാണ് എന്നെ ഇത്ര വരെ പഠിക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് സപ്പോർട്ട് തന്ന് എന്നെ ഇത്ര വരെ എത്തിച്ചത്. അതേപോലെ തന്നെ ദൈവത്തിനോടും വളരെയധികം നന്ദി അറിയിക്കുന്നു. കാരണം ഈ വർഷത്തെ എക്സാം നല്ല ടഫ് എക്സാം ആയിരുന്നു. അപ്പോൾ ഇത്രയും നല്ലൊരു വിജയം നേടാൻ സാധിക്കുമെന്ന് വിചാരിച്ചില്ല. മധു ടി, ചന്ദ്രൻ കെ വി, അശോകൻ കുത്തിക്കാൽ, വിനീത് കെ, മനോജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് കസബ കടപ്പുറം ഗവൺമെന്റ് ഫിഷറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കുട വിതരണം ചെയ്തു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി നിതിനെയാണ് കുടകൾ സ്പോൺസർ ചെയ്തത്. കാസർഗോഡ് കസബ കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കുടകൾ വിതരണം ചെയ്തു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും കോട്ടയം നിതിൻസ് RN ട്രെയിനിംഗ് സെന്റർ ഉടമയുമായ നിതിൻ സ്പോൺസർ ചെയ്ത കുടകളാണ് വിതരണം ചെയ്തത്. മദനൻ വിതരണം നിർവഹിച്ചു. യോഗത്തിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി പ്രഭാകരൻ, മുൻ കൗൺസിലർ നാരായണൻ G, PTA പ്രസിഡന്റ് ശിവദാസൻ, സ്കൂൾ പ്രധാനാധ്യാപകൻ പ്രദീപ് കുമാർ U, മദർ PTA പ്രസിഡന്റ് പ്രിയങ്ക, സീനിയർ അസിസ്റ്റന്റ് പ്രിയങ്ക V എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി മനോജ് കുമാർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മംഗളൂരുവിൽ വൻ കഞ്ചാവ് വേട്ട. കേരളത്തിലേക്ക് കടത്തുകയായിരുന്ന 123 കിലോ കഞ്ചാവുമായി 3 കാസർഗോഡ് സ്വദേശികൾ അറസ്റ്റിൽ. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാഞ്ഞങ്ങാട് നഗരത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുൻ വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നവീകരണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലായിട്ടും മേൽക്കൂരകളില്ലാത്തത് യാത്രക്കാരെ വലക്കുന്നു. കുമ്പള, മഞ്ചേശ്വരം, ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനുകളിലും യാത്രക്കാർ നേരിടുന്നത് വലിയ ദുരിതം. മഞ്ചേശ്വരം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ അതിശക്തമായ കാലവർഷക്കെടുതിയിലും തുടർന്നുള്ള കടലാക്രമണത്തിലും വൻ നാശനഷ്ടം. വിഷയത്തിൽ CPIM മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ മന്ത്രി സജി ചെറിയാന് നിവേദനം സമർപ്പിച്ചു. ഉടൻ പരിഹാരം കാണുമെന്ന് മന്ത്രി. സേവന പ്രവർത്തനങ്ങളിൽ മാതൃക തീർത്ത് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ NSS യൂണിറ്റുകൾ. NSS യൂണിറ്റ് 5 കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ സമർപ്പണം നടത്തി. ബദിയടുക്ക ശ്രീ ഭാരതി വിദ്യാപീഠം സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ശില്പശാല സംഘടിപ്പിച്ചു. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ദൂഷ്യവശങ്ങളും എന്ന വിഷയത്തിലായിരുന്നു ശില്പശാല. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച നടപടിക്കെതിരെ കാലിച്ചാനടുക്കം സെന്റ് ജോസഫ് ഇടവകയുടെ ആഭിമുഖ്യത്തിൽ വായമൂടി കെട്ടിക്കൊണ്ട് പന്ത് കൊളുത്തി പ്രകടനം നടത്തി. പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.